ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ റെസിപ്പി പുഡിങ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമായിട്ടില്ല. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ടൻ്റെ മഞ്ഞ പോർഷൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ള ഒഴിവാക്കിയിട്ട് മഞ്ഞ മാത്രമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ യെല്ലോ പോർഷനിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 കപ്പ് പാലും കൂടെ ചേർക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്, അഥവാ 500 ml പാല്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നോർമലായിട്ടുള്ള വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഈ നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിയിട്ട് ചേർക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലവർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മൈദ ചേർക്കാം, പക്ഷെ ഒന്നും കൂടെ നല്ലത് കോൺഫ്ലവർ എടുക്കുന്നതാണ്. വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മുട്ടൻ്റെ യെല്ലോ പോർഷനും അതുപോലെ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വിസ്ക് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഇതുപോലത്തെ ഒരു സ്ക്വയറിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. ഞാനിങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എടുത്തേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്താലും മതിയാകും. ഇതിന് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി റെഡിയാക്കി എടുത്തിട്ടുള്ള പാലിൻ്റെ മിക്സ് അടുപ്പിലേക്ക് വെച്ചിട്ട് തീ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട കുത്തും. അപ്പോൾ കൈ വെക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. നല്ല പോലെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് മധുരം നോക്കുക, എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തിക്കായി തുടങ്ങുമ്പോൾ തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുറുകിയിട്ട് വരും. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണ ആ ഒരു പരുവം വേണം കിട്ടാനായിട്ട്. ഇത്രയും തിക്കായിട്ട് വന്നാൽ മാത്രമേ നല്ല രീതിയിൽ കട്ടിയായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇത്രയും മതിയാകും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ കിടന്നിട്ട് ഇത് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ പുരട്ടിയിട്ട് റെഡിയാക്കി എടുത്തില്ല ആ ഒരു ട്രേയിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തേക്കൊന്ന് ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മുകളിൽ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. നട്ട്സ് ഇട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മെടിയിൽ കടിക്കാൻ കിട്ടുമ്പോൾ. ഈ 2-3 മണിക്കൂർ നല്ല പോലെ പുറത്ത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ടിട്ട് വരും കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റാണ് എന്ന് വെച്ചിട്ട് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അതേ ഒരു ടെക്സ്ചറും സോഫ്റ്റുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ട്രയാങ്കിളോ റെക്റ്റാങ്കിളോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ചെറിയ പീസായിട്ട് സ്ക്വയർ ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിയിട്ട് നല്ല വൃത്തിക്ക് ഷേപ്പിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്.
അടിപൊളി സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റാണ് എന്നുള്ളത്. കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. കിണ്ണത്തപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ പുഡിങ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്